എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രാജീവ് പിള്ളൈ. എക്കോസ് ഓഫ് എക്സൈൽ. ഞാൻ കുറച്ച് നാളുകൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ എക്കോസ് ഓഫ് എക്സൈൽ എന്ന ഒരു വിഷയമായിട്ട് എത്തുന്നുണ്ട്. വൈബ് ക്രിയേഷൻ മീഡിയയുടെ ഒരു പോഡ്കാസ്റ്റ് ചാനലാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ധാരാളം പോഡ്കാസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്തിനാണ് ഒരു പോഡ്കാസ്റ്റ് ചാനൽ? 3 പതിറ്റാണ്ടുകളായിട്ട് പ്രവാസിയായ എനിക്ക് ധാരാളം സൗഹൃദങ്ങളും സ്നേഹസമ്പന്നരായ ബന്ധുജനങ്ങളും ഒക്കെ ഉള്ളൊരു നാടാണ്. അപ്പോൾ അവരെയൊക്കെ ഇടയ്ക്ക് ഈ ജീവിതത്തിൻ്റെ സായാഹ്ന വേളയിൽ ഒന്ന് അടുത്തറിയുവാനും ഒക്കെ ഉള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രവാസ ജീവിതത്തിലെ പ്രതിധ്വനികൾ. നമ്മൾ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടെത്തിയിട്ടുണ്ടാവാം. അവരൊക്കെ വലിയ ബിസിനസ്സുകാരാവാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സ്റ്റാർസ് ആയവരാവാം. നമ്മളിവിടെ അത് മാത്രമല്ല സമ്മതിക്കുന്നത്, എന്നോടൊപ്പം ഞാൻ അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുക മാത്രമാണ്. ജീവിതത്തിൽ പല മേഖലകളിൽ നിന്ന് കടന്നെത്തിയവർ. ഇന്ന് ഈ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ ഇന്നത്തെ ദിനം തന്നെ എനിക്ക് എൻ്റെ മുന്നിലേക്ക് എത്തിയതും വളരെ അനുഗ്രഹമായി തോന്നുന്നു. കേരളത്തിന് ഒരു പുതിയ മുഖ്യമന്ത്രി വന്നിരിക്കുന്നു. ഷാർജയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. 1998 ഞാൻ ഷാർജയിലേക്ക് എത്തിയപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ജ്യേഷ്ഠന്മാരെന്ന് പറയാം, അവർ എന്നെ കൂട്ടിക്കൊണ്ടുപോയൊരു സ്ഥലമുണ്ടായിരുന്നു, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ. ആ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഇന്നൊരു മഹാമേരുവായി നമ്മുടെ മുന്നിൽ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നോടൊപ്പം ഇന്ന് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആകണം എന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീപ്രകാശിനെയും തിരഞ്ഞെടുത്തത്. ശ്രീപ്രകാശ്, സ്വാഗതം. എക്കോസ് ഓഫ് എക്സൈലിലെ ആദ്യത്തെ അതിഥിയാണ്. സുഖം തന്നെയല്ലേ? താങ്ക് യു. ഇത് യാതൊരു വിധമായ ഫോർമാലിറ്റീസും ഇല്ല. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. ഒരുപാട് പ്രാധാന്യമുള്ള കുറച്ച് ദിനങ്ങളിലൂടെയാണ് ശ്രീപ്രകാശ് കടന്നു പോകുന്നതെന്നറിയാം. എങ്കിലും നമ്മളൊക്കെ സമാന ചിന്താഗതിക്കാരും സമാന മനസ്കരും പല കാര്യത്തിൽ സാമ്യത ഉള്ള ആളുകളുമാണ്. കാരണം 1998 പ്രകാശും UAE-യിലെത്തുന്നത്. 96 ഞാനും അത് തന്നെയാണ്. 96 അപ്പോൾ ഈ 96 താങ്കൾ എത്തുമ്പോൾ താങ്കൾ എന്തായിരുന്നു എന്നൊന്ന് പറയും. ഞാൻ അതിന് മുമ്പ് ആദ്യം പറയേണ്ടതേ, ഞാൻ എൻ്റെ ഇൻട്രോ കേൾക്കുകയായിരുന്നു. വലിയ മനുഷ്യരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ഒരു ചെറിയ മനുഷ്യനെയാണ് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജീവേട്ടൻ വളരെ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ്. ഈ ലോകത്ത് വലിയ മനുഷ്യരുടെ ഇടയിൽ ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചെയ്യുന്ന ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഒക്കെ ഒരുപാട് മുന്നോട്ട് പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് വന്നുപെട്ടത് എന്നതിൻ്റെ ഒരു അമ്പരപ്പാണ് യഥാർത്ഥത്തിൽ എനിക്കുള്ളത്. ഞാൻ വന്നത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ 96 എന്തായിരുന്നു ചോദ്യം എന്നുള്ളത് നമ്മൾ വിട്ടുപോയതിനിടയ്ക്ക്? ചോദ്യമൊന്നുമില്ല. 96 എങ്ങനെ ഇവിടെ എത്തി, എന്തായിരുന്നു? അതെ, 96 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നാട്ടിൽ നിന്ന് കയറ്റി വിട്ടതാണ്. ഒരു വീടിനകത്ത് 2 പൊതുപ്രവർത്തകരുണ്ടാവുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഒരാൾ SFIയുടെ പ്രവർത്തകനാവുക, ഒരാൾ DYFIയുടെ പ്രവർത്തകനാവുക, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വഴികളിലേക്ക് പോവുക, എന്നിട്ട് 2 പേരും ഒരേ വഴിയിലൂടെ തന്നെ പോവുക. അപ്പോൾ വീട്ടിൽ ആളില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്നൊക്കെ കണ്ടപ്പോൾ എന്നെ അവിടുന്ന് 96 ഒക്കെ നിർത്തിയിട്ട്, അതിനിടയ്ക്ക് ഞാനൊന്ന് കയറി സംസാരിച്ചോട്ടെ. ഈ പെട്ടെന്നാണ് എനിക്ക് അത് പറയണമായിരുന്നു താങ്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴെന്ന് എനിക്ക് തോന്നി. വെറും ഒരു DYFIയുടെ പ്രവർത്തകൻ്റെയോ വെറും ഒരു SFIയുടെ പ്രവർത്തകൻ്റെ ഫാമിലിയിൽ നിന്നല്ല താങ്കൾ വരുന്നത്. കേരളത്തിൻ്റെ സമാരാധ്യനായ മുൻ സ്പീക്കറായിരുന്ന ശ്രീരാമകൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിൻ്റെ അനുജനാണ് ശ്രീപ്രകാശ്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, താങ്കൾ തന്നെ ആ രാഷ്ട്രീയ പാരമ്പര്യം. എന്താ വെച്ചാൽ 96 ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് 2 പിള്ളേരാണ്, അല്ലെങ്കിൽ 2 കുട്ടികളാണ്, 2 കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പോകുന്നവരാണ്. ആ സമയത്ത് ഞാൻ പറയുന്നത് ഇന്നത്തെ അദ്ദേഹത്തെക്കുറിച്ചല്ല, അന്നത്തെ ഒരു DYFIക്കാരനെയും ഒരു SFIക്കാരനെയും കുറിച്ചാണ്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി ഗൾഫിലേക്ക് കയറേണ്ടി വന്ന, അല്ലെങ്കിൽ ജീവിതം പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടി നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്ന ഒരാളാണ് ഞാൻ. യഥാർത്ഥത്തിൽ ഞാൻ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ചതേ അല്ല.
ഒരു ദിവസം രാവിലെ അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി കയറി വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇതാ നിനക്കൊരു വിസിറ്റ് വിസ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ പാസ്പോർട്ടില്ല, നമുക്ക് അടുത്തായിട്ട് നോക്കുമ്പോൾ നോ പാസ്പോർട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത പാസ്പോർട്ടും എടുത്ത് തരുന്നു. അങ്ങനെ തൊട്ടടുത്ത ആഴ്ച ഇങ്ങോട്ട് കയറി വരപ്പെട്ട ഒരാളാണ് ഞാൻ. ഇവിടെ വരുന്ന് ദുബായിൽ ജീവിതം ആരംഭിക്കുന്നു. ഒരു 3-4 വർഷക്കാലം ഒരു തരത്തിലുള്ള പൊതുവേദികളിലോ പൊതു ഇടങ്ങളിലോ തല കാണിക്കാതെ ജീവിതം അല്ലെങ്കിൽ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ മാത്രമായിട്ട് കൊണ്ടുപോയൊരു കാലമായിരുന്നു 96 മുതൽ 2000. പിന്നീട് മാധവേട്ടൻ, പാടി മാധവേട്ടനാണ് എന്നെ ഷാർജയിലേക്ക് കൊണ്ടുവരുന്നത്, അസോസിയേഷനിലേക്ക് കൊണ്ടുവരുന്നത്. DYFയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന തപസ്സിന്ന UAE എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് അദ്ദേഹം വന്ന ഏട്ടൻ്റെ സുഹൃത്തായിരുന്നു. ഇവിടെ വന്ന സമയത്ത് ആരെ കാണാനാണ് അദ്ദേഹം വന്നത് എന്ന് അന്വേഷിച്ചറിഞ്ഞ് പാടി മാധവേട്ടൻ ദുബായിലുണ്ടായിരുന്ന എന്നെ കാണാൻ വരികയാണ്. അപ്പം എന്നോട് ചോദിച്ചു, നീ ഇവിടെ എത്ര കാലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ടാണ് എന്നെ ഷാർജയിലേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ 2000 ആ കാലത്താണ് നമ്മൾ അസോസിയേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങി. ആ സമയത്തൊക്കെ നമുക്ക് ഈ കൂടുതൽ വേദികളൊന്നും ഇല്ലായിരുന്നു, അത് പങ്കെടുത്തിട്ടില്ല. കാരണം നമ്മൾ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഏജാണ്, നമ്മുടെ പ്രായമാണ്. ഇപ്പം നമ്മൾ എപ്പോഴും പറയാനില്ല, നഷ്ടസ്വപ്നങ്ങളുടെ ഭാണ്ഡവും പേറി ഒരു വലിയ രഥത്തിൽ ആകാശത്തിലൂടെ പറന്നിറങ്ങിയവരാണ് നമ്മൾ. വേലിക്കരികിൽ നിന്ന പെണ്ണും അമ്പലവും പള്ളിയും കുളവും ഒക്കെ നമ്മുടെ ഗ്രഹാതുരത ഉണർത്തുന്ന ഒരു എന്താ പറയുന്നത്, ആ ഒരു അവിടെ നിന്നുള്ള പറിച്ചു നടലായിരുന്നു. അങ്ങനെയാണ് നമ്മളിവിടെ എത്തുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ താങ്കൾ എല്ലാവരെയും പോലെ ഇവിടെ തൊഴിൽ തേടിയെത്തുന്നു, തൊഴിൽ ഏർപ്പെടുന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ മാധവേട്ടൻ എന്ന് പറഞ്ഞ ഒരു മുൻഗാമി ഇന്ത്യൻ അസോസിയേഷനിലേക്ക് അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് അവിടേക്ക് ചെല്ലുന്നു. അവിടെ മുതൽ ഇന്ത്യൻ അസോസിയേഷനുമായുള്ള ബന്ധം തുടങ്ങുകയാണ് അല്ലേ? അതെ. പ്രാഥമികമായിട്ട് ഇവിടെ പുറത്തെത്തപ്പെടുന്ന അല്ലെങ്കിൽ പ്രവാസ ലോകത്തെത്തപ്പെടുന്ന ആളുകൾ ജീവിതത്തെക്കുറിച്ചാണ് ആദ്യം ചിന്തിക്കുക, പൊതുപ്രവർത്തനത്തെക്കുറിച്ചല്ല. നിൽക്കാനുള്ള മണ്ണ് കിട്ടി തുടങ്ങുമ്പോഴാണ് പുറത്തേക്ക് കണ്ണ് ഓടിച്ച് തുടങ്ങുക. അപ്പോൾ ആ കണ്ണ് ഓടിച്ച് തുടങ്ങിയ സമയത്താണ് പാടി മാധവേട്ടൻ എന്നെ കണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യത്തെ 4 വർഷക്കാലം നമ്മൾ ജീവിതത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും കുടുംബത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് ഒന്ന് മണ്ണുറച്ച് എന്തൊക്കെയാണ് ഇവിടെ എന്ന് പുറത്തേക്ക് നോക്കി തുടങ്ങിയ കാലത്ത് ഏതോ കാരണം കൊണ്ട് ഞാൻ മാധവേട്ടന് മുമ്പിൽ എത്തിപ്പെട്ടതാണ്. അങ്ങനെ ഇന്ത്യൻ അസോസിയേഷൻ്റെ പരിസര പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങുന്നു. അതാണ് സംഭവിച്ചത്. വളരെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും, പക്ഷെ നമുക്ക് അത്ര സമയമില്ലല്ലോ. അപ്പം ശരിയാണ്, നമ്മൾക്ക് ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ശരി, താങ്കളുടെ വീട്ടിലായിട്ടും പറയുന്ന ഒരു പ്രശ്നം, നമ്മളൊരു സംഘടനാ പ്രവർത്തനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ കാര്യങ്ങളിലേക്കോ ഇറങ്ങി ചെല്ലുമ്പോൾ കുടുംബത്തെയൊക്കെ നമുക്ക് പല അവരുടെ പ്രയോറിറ്റീസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ താങ്കളുടെയും? ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത്, ഇന്ത്യൻ അസോസിയേഷൻ്റെ ഏതെങ്കിലും ഒരു ഭാരവാഹിത്വത്തിലേക്കോ അതിൻ്റെ പ്രവർത്തനത്തിലേക്കോ വന്നപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് എന്നെ അതിലേക്ക് എത്തിച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2000 ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ സ്കൂളുണ്ട്. 2001, 2002 വർഷത്താണ്, എൻ്റെ വർഷത്തിലാണ്. എൻ്റെ മകൾക്കൊരു അഡ്മിഷന് വേണ്ടി അന്ന് ആ കാലത്ത് ആ തുടക്കകാലത്ത് ഒരു ഭയങ്കര ബൂമുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഓടി നടന്നൊരു കാലത്ത് പുലർച്ചെ ഒരു 4 മണിക്ക് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഗേറ്റിന് മുമ്പിൽ ക്യൂ പോയി നിന്ന ഒരു അനുഭവം എനിക്കുണ്ട്. അതിനുശേഷം ആരോടാണ് ഈ ഒരു അഡ്മിഷന് വേണ്ടി പറയേണ്ടത് എന്ന് അമ്പരപ്പിൽ നടന്ന ഒരു കാലമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്കിവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയത്, അത്തരം മനുഷ്യർക്ക് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് തരുന്ന ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ ഒരു അവസരമാണ്. കാരണം ആരുടെയും കൈപിടിക്കാതെ ആരുടെയും പിന്തുണയില്ലാതെ നടന്നു വരുന്ന മനുഷ്യർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പുറമ്പോക്കുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്നവർക്ക് വേണ്ടി നമുക്കെന്തെങ്കിലും ചെയ്യാനൊരു അവസരം കിട്ടണം, നീ അത് ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യമാണ് അസോസിയേഷൻ്റെ പരിസര പ്രദേശങ്ങളിലേക്ക്, അതിൻ്റെ ഭാരവാഹിത്വത്തിലേക്കൊക്കെ എത്തിയപ്പോൾ എന്നിൽ ഏൽപ്പിക്കപ്പെട്ടത് എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം. നമ്മൾ പിന്തുടരുന്ന ആശയങ്ങളും ജീവിതത്തിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്ന വേദികളുമൊക്കെ നമ്മളെ ജീവിതത്തിൽ വളരെയധികം സഹായിക്കും. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഞാനെങ്ങനെ ഈ താങ്കളെന്നൊന്നും ഞാൻ ഔപചാരികമായിട്ട് പറഞ്ഞത് അങ്ങനെ പറയുന്നതായിരിക്കും സാർ. ഈ പ്രകാശ് പറഞ്ഞതുപോലെ അപ്പം നമ്മളെ ആകർഷിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ഈ പ്രവാസ ജീവിതത്തിൽ കുറച്ചുകൂടെ നമ്മൾ താത്വികമായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ഗതകാല സത്യങ്ങളെ മറന്നുകൊണ്ട് ചരിത്രത്തെ വളച്ചൊടിക്കും നമ്മൾ. ആ ചരിത്രത്തെ അപ്പാടെ മറന്നുകൊണ്ട് അതിനെ വളച്ചൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്
നമ്മുടെ ഇത്തരത്തിലുള്ള ആശയങ്ങളുടെയും നമ്മൾ മുറുകെ പിടിക്കുന്ന നിലപാടുകളുടെയും ഒക്കെ ഒരു പ്രാധാന്യം വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ചില സംഘടനകൾ പ്രവർത്തിക്കുന്നതും ആ സംഘടനാ ബോധമൊക്കെ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും താങ്കൾ ഒരു നല്ല സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്. ആ സംഘടനയ്ക്ക് ഒരു കെട്ടുറപ്പുണ്ട്, ആ സംഘടനയ്ക്ക് ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ പിന്തുടരുന്നതും അത് പരസ്പര ബഹുമാനം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കഴിഞ്ഞ 2 വർഷക്കാലം തങ്ങൾ മാസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലൂടെ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ആവുന്നത്, അല്ലേ? അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതിനപ്പുറത്ത് അതേപോലെ തന്നെ പറയുന്ന മറ്റൊന്നുണ്ട്. അദ്ദേഹം താങ്കൾ പറഞ്ഞു തുടങ്ങിയതുപോലെ തന്നെ 45 വർഷം മുമ്പ് ദാമോദരേട്ടനെ പോലുള്ള അസോസിയേഷനെ നേതൃത്വം കൊടുത്ത ആളുകളുടെ വിയർപ്പും അവരുടെ അധ്വാനവുമാണ് ഇന്ന് നമ്മളൊക്കെ അസോസിയേഷന് മുമ്പിലിരിക്കുമ്പോൾ ആദ്യം നമിക്കേണ്ടത്. മുമ്പേ നടന്നു പോയവരുടെ വിയർപ്പാണ് പിന്നെ നടന്നു പോയിരുന്നവരുടെ ഊർജ്ജം എന്നാണ് നമ്മൾ കാണേണ്ടത്. നിങ്ങൾ ഈ പിന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് വരുമ്പോഴും ഈ മാറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു വലിയ ഉദ്ദേശശുദ്ധിയുമായിട്ടാണ് വന്നത്. ഞാൻ ഒരു പുറത്തുനിന്ന് നോക്കി കാണുന്ന ഒരാളെന്ന നിലയിൽ, അല്ലെങ്കിൽ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു മെമ്പർ നോക്കി കാണുമ്പോഴും വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ട് കാണാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്തൊട്ടും അതിശയോക്തിയില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം, ചിലപ്പോൾ വളരെ വലുതായിരിക്കാം. ചിലർക്ക് ചികിത്സാ സഹായമായിരിക്കും വേണ്ടത്, ചിലർക്ക് ഫീസിൻ്റെ ഇളവായിരിക്കും വേണ്ടത്. ഞാനൊക്കെ പണ്ട് ഈ പറഞ്ഞാൽ 1996 മുതലുള്ള കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അസോസിയേഷനിലൊരു പ്രത്യേക വൈബ്, ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നതും ആയിട്ട് കണ്ടിട്ടുണ്ട്. വിഭാഗം എന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ മനുഷ്യർ തമ്മിലുള്ള കൂട്ടങ്ങൾ, പലതരത്തിലുള്ള ആളുകൾ കൂടിച്ചേരുന്നത്. അതിനകത്ത് ഞാൻ ഈ ജാതിയോ മതമൊന്നും അല്ല പറയുന്നത്. അവർക്ക് മാത്രമായിട്ടുള്ള ഫേവറിസത്തിൻ്റെ ഒരു കാര്യം കണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആ ഒരു ഫേവറിസം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് താങ്കൾക്ക് അഭിമാനിക്കാം. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് ആ മാറ്റങ്ങളിലൂടെ ഒരു യാത്ര നടത്താൻ പറ്റും. രാജീവേട്ടൻ സത്യത്തിൽ ഇപ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്ന് മാറ്റത്തെക്കുറിച്ചാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ആരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ്. മാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ച് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ 2 വർഷമാണ് നടന്നത്. ഞാൻ അതിനെക്കുറിച്ച് ആദ്യം പറയാം. നടന്നു വന്നിട്ട് ബ്ലാക്ക് ലെറ്റർ ലോ എന്ന് പറയും. പ്രീസിഡൻസ്, നമ്മളെ VR കൃഷ്ണയ്യർ പണ്ട് നടപ്പിലാക്കുന്ന നിയമവിദ്യാർത്ഥികൾ പറയുന്ന ഒരു സംഭവമാണ്. ബ്ലാക്ക് ലെറ്റർ ലോ എന്ന് പറയുന്ന പ്രീസിഡൻസിനെ അധികരിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റി. മുമ്പ് അങ്ങനെയാണ് ചെയ്തത്, അതുകൊണ്ട് ഇത് പറയുന്നു. നിയമം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടത് ചെയ്യുന്നു. എന്നാൽ ആ നിയമങ്ങൾ വായിക്കപ്പെടേണ്ടത്, ഇൻ്റർപ്രറ്റ് ചെയ്യപ്പെടേണ്ടത് മനുഷ്യർക്ക് വേണ്ടിയാണെന്നും ആ മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാമെന്നും വിചാരിക്കുന്ന തലത്തിലേക്ക് ഒരു ചേഞ്ച് കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. കാരണം മുന്നത്തെ പ്രീസിഡൻസ് ഇതായിരുന്നു, അത് ഇങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരുന്നത് എന്നതുകൊണ്ട് അതിൻ്റെ പുറകെ പോകരുത്. അത് മനുഷ്യർക്ക് വേണ്ടി മാറ്റണം. ചില സമയങ്ങളിൽ നമ്മൾ ഔട്ട് ഓഫ് ബോക്സിലും മാനുഷിക പരിഗണന കൊടുക്കണം. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ എങ്ങനെയാണ് നമ്മൾ നിയമങ്ങളെ മാറ്റാൻ പറയുക? ഈ നിയമം നിസ്സാരമായിട്ട് പെട്ടെന്ന് നമ്മളങ്ങനെ സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ പണ്ട് ഷാർജ അസോസിയേഷനിൽ വരുമ്പോൾ ഒരു വലിയ ക്യൂവാണ് ആളുകൾ. എന്തിനാന്ന് നോക്കിയാൽ സെക്രട്ടറിയുടെയും പ്രസിഡൻറ്റിൻ്റെ ക്യാബിനിൽ ഈ ഫീസ് ഒരു നഗ്നമായ സത്യമായിരുന്നു. അത് അത്രത്തോളം നിങ്ങളത് ക്ലിയർ ചെയ്യുന്നത് എനിക്കറിയില്ല, അത് പറഞ്ഞാലേ അറിയൂ. ഭീമമായ ഫീസ് കുടിശ്ശികയൊക്കെ വരുത്തിയിട്ട് ഇവർക്കൊക്കെ കൊടുക്കാനുള്ള ആസ്തിയൊക്കെ ഉള്ളവർ തന്നെയാണ്. അതിനകത്ത് യാതൊരു തർക്കമില്ല. അത്യാവശ്യം കമ്പനിയിൽ നിന്ന് വരുമാനമുണ്ട്. ഈ ഫീസ് ഇത്ര 15,000 5,000 ആയ ഫീസ് വെട്ടിക്കുറച്ചിട്ട് 1,000 2,000 ആയി. പക്ഷെ അത് ശരിയായ ഒരു പരിപാടിയല്ലല്ലോ. അല്ല എന്ന് മാത്രമല്ല, അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തുണ്ട് എന്ന് മാത്രമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ അത് 2-3 തരത്തിലായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. ഫീസ് കടയ്ക്കാൻ കഴിയാത്ത പാവപ്പെട്ട ഒരുപാട് കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നൊരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സ്കൂളാണിത്. 16,000 കുട്ടികളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാനം ഇവിടെ ഇല്ല. അപ്പോൾ അതിനകത്ത് അർഹതപ്പെട്ടവർക്കാണ് ഇത് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തലാണ് ഒരു മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ലീഡറുടെ ഉത്തരവാദിത്വം. ഈ പറഞ്ഞ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ വർഷം സ്കൂള് സാധാരണഗതിയിൽ വർഷാവസാനത്തിലാണ് ഫീസ് അടയ്ക്കണമെന്ന് നിർബന്ധം പിടിക്കുക. ഭയങ്കര ക്യൂ ആയിരുന്നു. അതിൽ ഒരാൾ വന്ന് റൂമിൽ നിന്ന് ആ തല മുതൽ ഈ തല വരെ ആളുകൾ വരുന്നു, എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറയുന്നു. 50%. കാരണം വെച്ചാൽ 1000 രൂപ തരാനുള്ളപ്പോൾ എന്തെങ്കിലും കാട്ടിയിട്ട് കുട്ടികളെ തിരിച്ച് സ്കൂളിലേക്ക് കയറ്റണമോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു പോളിസി എന്നെടുത്തത്. എന്താണ്, ഒരു 50% വരെ ഫീസ് അടച്ചിട്ടേ നമുക്ക് കയറാവൂ എന്ന് തീരുമാനിച്ചു. എൻ്റെ തൊട്ടപ്പുറത്തുള്ള പ്രസിഡൻറ്റിൻ്റെ റൂമിലേക്ക് ഒരാൾ കയറി പോവാണ്. അദ്ദേഹം അവിടെ പോയിട്ട് പറയാണ്, എനിക്ക് ഒരു 50% ആക്കി തരണം. അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞാൽ
അപ്പോൾ അദ്ദേഹത്തിന് എത്ര ഫീസുണ്ട്? ഏകദേശം ഒരു 40,000 ദിർഹംസ് അടയ്ക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ ആളെ നോക്കി, ആ ആൾ എന്ന് പറയുന്നത് ഇവിടെ 1, 2, 3 സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ്, 10, 200 ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്ന ആളാണ്. ഇത് നടക്കുമെന്ന് വെച്ചിട്ട് അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, നീ എഴുതി തന്നാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അന്ന് തീരുമാനിച്ചു, ഇനി അങ്ങനത്തെ ഒരു പരിപാടിയില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ആർക്കാണോ അർഹതപ്പെട്ടത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ നൽകൂ എന്ന് തീരുമാനിച്ചു. ഹൃദയത്തിൽ നിന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് ചെയ്തത്. അപ്പോൾ അതിനകത്ത് അഭിമാനിക്കാം. കാരണം ഇതൊരു നിങ്ങൾക്ക് ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് സ്കൂളാണ്. ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട്, അതും മറ്റുള്ള സ്കൂളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമായ പൈസ, അതും പ്രത്യേകിച്ച് മെമ്പർക്ക് വീണ്ടും ഡിസ്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്കൂളിൻ്റെ വരുമാനത്തിൽ വീണ്ടും കത്തിവെക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായൊരു കാര്യം. ശരിയല്ല. ആ കാര്യം കൃത്യതയോടുകൂടി കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതിൽ തന്നെ മറ്റൊരു ചോദ്യം കൂടി ഉണ്ട്. അസോസിയേഷൻ്റെ മുകളിലുള്ള റൂമിൽ സാറെ വിളിച്ചിട്ട് കുറേ ആൾക്കാർ വരാറുണ്ട്, ഒരുപാട് ക്യൂ നിൽക്കാറുണ്ട്. അതും ഞങ്ങൾ അവസാനിപ്പിച്ചു. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500ഓളം മറ്റേ സ്റ്റാഫിൻ്റെ ഒരു ഓർഗനൈസേഷൻ, ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും അവിടെ മുകളിലിരിക്കുന്ന മുതലാളിമാരുടെ മുമ്പിലേക്ക് എന്ന് ഞാൻ പ്രയോഗിക്കും. കാരണം വെച്ചാൽ സെക്രട്ടറി, പ്രസിഡൻറ്റ്, ട്രഷറർ എന്നൊക്കെ തുടങ്ങി ഈ ഒരു സെറ്റപ്പിനെ റെക്കമെൻഡേഷൻ ഒന്നും പറഞ്ഞുകൂടാ. ഏത് ചെറിയ ആവശ്യത്തിനും അവരുടെ മുമ്പിൽ വന്നിട്ട് കൈകൂപ്പി നിന്ന് എനിക്കത് തരുമോ, ഇതെനിക്ക് നടത്തി തരുമോ എന്ന് ചോദിക്കുകയും പേഴ്സൺ ബട്ട് പേഴ്സണായിട്ട് ഈ കാര്യങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിൽ നിന്ന് സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ളൊരു കാലത്തിലേക്ക് നമ്മൾ മാറ്റി എന്നതാണ് ഞങ്ങൾ ചെയ്തത്. പേഴ്സൺ ഡ്രിവൺ അല്ല, സിസ്റ്റം ഡ്രിവൺ ആണ്. മനസ്സിലായി. പോളിസീസാണ്, പ്രൊസീജിയേഴ്സാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ആളുകൾക്ക് അവിടെ വരേണ്ട കാര്യമില്ല. അല്ല, അങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ഭരണാധികാരികൾക്കും ആ പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതിയല്ലോ. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. അത് നല്ല. ഈ കഴിഞ്ഞ 2 വർഷക്കാലം കൊണ്ട് ഞങ്ങൾ 25 പോളിസീസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പുതിയ കാര്യം എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴാണ് ഏത് കാര്യത്തിനകത്തും എന്താണ് അതിൻ്റെ ഓണർഷിപ്പ് ആരാണ്, അക്കൗണ്ടബിലിറ്റി ഏതാണ്, ഹീറാർക്കി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യത ഉണ്ടാക്കലാണ് ആദ്യം വേണ്ടത് എന്നാണ് ഞങ്ങൾ ആദ്യം. ഞാനിപ്പോൾ എന്താണെന്നറിയോ, ഇത്തരത്തിലൊരു നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇത് ചോദിക്കാൻ വേണ്ടിയാണോ എന്ന് പറയുന്നതിനൊക്കെ അപ്പുറത്ത്, ഞാൻ പ്രകാശോട് ഇരുന്ന് ഇപ്പോൾ സംസാരിച്ചിട്ട്, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങളുടെ വീട്ടിലോ എൻ്റെ വീട്ടിലോ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ വെളിയിൽ പോയിട്ട് പ്രകാശ് അവിടെ കയറിയതിന് ശേഷം ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളിലേക്കോ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ പ്രകാശിൻ്റെ കാര്യമായിട്ട് അസോസിയേഷൻ ബന്ധപ്പെട്ടായിട്ട് അസോസിയേഷൻ സംസാരിക്കുന്നു. ഞാൻ നാളെ ഒരു പാട്ടുകാരനുമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടിനെക്കുറിച്ച് പറയുന്നു. അത് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഒരു 10-30 വർഷമായിട്ട് ഈ പ്രവാസ ജീവിതത്തിൽ നിൽക്കുന്ന എനിക്ക് കുറച്ച് ആളുകളെ ഇനി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ സത്യം പറഞ്ഞാൽ നമുക്ക് മറ്റുള്ള ഒരു മലയാളികളുടെ മാത്രം അധീനതയിൽ, അല്ലെങ്കിൽ അവരെ കൃത്യമായി കൺട്രോൾ ചെയ്തു പോകുന്ന, എനിക്ക് തോന്നുന്നു 1800-2000 പേരോളം ആണ് ആക്റ്റീവ് മെമ്പേഴ്സ്. 2400. എനിക്ക് തോന്നുന്നു പുതിയ മെമ്പർഷിപ്പ് നമ്മൾ അസോസിയേഷനിൽ കൊടുക്കാറില്ല. എക്സിസ്റ്റിംഗ് ആ മെമ്പേഴ്സ് ആരെങ്കിലും ഇവിടുന്ന് ഈ രാജ്യം വിട്ട് പോവുകയാണെങ്കിൽ മാത്രമാണ് ആ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പരിപാടിയുള്ളത്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്തോട്ടെ. ശ്രീപ്രകാശ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കത്തേക്ക് ഈ കാര്യങ്ങളെ മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊരു ടീമായിരുന്നു. ഞങ്ങളുടെ ടീം എന്ത് കണ്ടെത്തി, ഞങ്ങളെന്ത് ചെയ്തു എന്ന് എപ്പോഴൊക്കെ ഞാനെന്ന് പറഞ്ഞു തുടങ്ങുന്നോ അന്ന് നിങ്ങളുടെ അവസാനമാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം ഞങ്ങളുടെ ടീമാണ് ഇതിനകത്തൊരു തീരുമാനമെടുക്കാൻ മുന്നോട്ട് പോയത് എന്ന് വളരെ കൃത്യമായിട്ടുള്ള സാധനം നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനകത്ത് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കൊണ്ടുപോയി കെട്ടിയിടുക എന്ന രീതിയിലാണ് മുമ്പ് കാര്യങ്ങൾ പോയിരുന്നത്. എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചില ലീവ് അപ്ലിക്കേഷൻസ്, അവിടെ നടക്കുന്ന ഓപ്പറേഷൻസിൻ്റെ ചില മെയിൻ്റനൻസിൻ്റെ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് മാത്രമായിട്ട് നമ്മളുടെ സമയത്തെ കെട്ടിയിടുമ്പോൾ വലിയ ആകാശങ്ങളിലേക്ക് പറക്കുന്നതിനുള്ള സ്വപ്നങ്ങൾ കാണുന്നുള്ള സമയം ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റുകൾക്ക് കയറിക്കോട്ടെ. നിങ്ങളൊക്കെ ഒരു കൂട്ടായ്മ, എനിക്കറിയാം നിസാർ തളങ്കരയായിരുന്നു പ്രസിഡന്റ്. നിസാർ തളങ്കരയെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം ഈ കാസർഗോട്ടുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സൗന്ദര്യമുള്ളവരാണ്. അദ്ദേഹം വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്, വളരെ ജെൻറ്റിൽമാനാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം പല വേദികളിലും നമ്മളൊക്കെ ഒരുമിച്ച് ഒരുപാട് കണ്ടിട്ടുമുണ്ട്, ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു നിങ്ങളുടെ പ്രസിഡന്റ് എന്നുള്ള ഒരു വിഷനുള്ള ഒരു മനുഷ്യനായിരുന്നു. തീർച്ചയായും അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ അതിനെ നയിക്കാൻ പ്രാപ്തനായിരുന്നു. അതിനുശേഷം ഞാൻ പറയുന്നത് ഇതൊരു മുന്നണി സംവിധാനം എന്ന രീതിയിലാണ് പോകുന്നത്. മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുമറന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞ സമവാക്യങ്ങളൊക്കെ മാറിമറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിനതീതമായി സമാന മനസ്കരായ പല ചേരാത്ത മുന്നണികളും ഇവിടെ ചേരുന്നു. പക്ഷെ നിങ്ങൾ ഒരുമിച്ചൊക്കെ പ്രവർത്തിച്ചതിന് ശേഷം
എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് കട്ട് ചെയ്തോട്ടെ. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിനകത്ത് മറ്റൊരു ഉത്തരം കൂടി ഉണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായതല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായതാണ്. ആയിക്കോട്ടെ. പ്രവാസ രാഷ്ട്രീയത്തെ ചേർത്ത് പിടിക്കുകയും മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥ എന്നതാണ്. ലക്കുംദീനിക്കും വലീദീൻ എന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പ്രസിഡൻ്റാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ എൻ്റെ വിശ്വാസം എന്നോടൊപ്പം നിൽക്കുന്നു. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടാവുക എന്നതായിരിക്കണം നമ്മുടെ സങ്കല്പം. പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കക്ഷി രാഷ്ട്രീയമില്ല, മനുഷ്യരുടെ വ്യത്യാസമില്ല, ജാതിമതത്തിൻ്റെ വ്യത്യാസമില്ല. ഏറ്റവും വലിയ മനുഷ്യൻ്റെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ള മതത്തെയോ അവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇനി ചിലപ്പം നിരീശ്വരവാദി ഒരാളാണെങ്കിൽ കൂടി മറ്റുള്ളവരുടെ മതത്തെ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ ഹനിക്കാതെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു കൂട്ടായ്മയാണല്ലോ ഈ മുന്നോട്ട് കടന്നു. തീർച്ചയായിട്ടും.